8th CBSE വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് മെൻസുറേഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ അല്ലേ. നിങ്ങൾക്കറിയാം ഈ ഒരു ചാപ്റ്റർ ഈ ഒരു വർഷം മാത്രമല്ല ഇനി വരാൻ പോകുന്ന എല്ലാ വർഷങ്ങളിലും, അതായത് നിങ്ങൾ 9th എത്തിക്കോട്ടെ 10th ആയിക്കോട്ടെ +1 +2 ഇനി എത്ര കാലം നിങ്ങൾ മാത്സ് പഠിക്കുന്നോ അത്രയും കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാവാൻ പോകുന്ന ഒരു ടോപ്പിക്കാണിത്. ഇനി ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻസ് എല്ലാവരും തന്നെ ഈ ഒരു ചാപ്റ്ററിൽ മക്കൾ പഠിക്കുന്ന എല്ലാ ഇക്വേഷൻസും നിങ്ങൾക്ക് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് ആയ ഇക്വേഷൻസ് ആണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, മിസ്സേ ഇത് തന്നെ ഞങ്ങൾക്ക് പഠിക്കാനാവുന്നില്ല, അല്ല ഇതിൽ തന്നെ ഒരുപാട് ഇക്വേഷൻ ഉണ്ട് മിസ്സേ, മനസ്സിലാവുന്നില്ല, ഓർക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ മക്കൾക്ക് ഉണ്ടാവും. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇക്വേഷൻസും 3 പേജാക്കി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പറ്റുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതേപോലെ മിസ് ഇപ്പോൾ വരച്ച പോലെ തന്നെ ഒരു നോട്ട്ബുക്കിലേക്ക് വരച്ച് കീപ്പ് ചെയ്യുക. അതായത് നിങ്ങൾ പഠിക്കുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെക്കുകയോ എങ്ങനെയൊക്കെ നിങ്ങൾ ഡെയിലി കാണുന്ന രീതിയിലൊന്ന് വെക്കുക. അപ്പോൾ ഡെയിലി നിങ്ങളിത് നോക്കി എക്സാം ആകുമ്പോഴേക്കും ഈ ഇക്വേഷൻ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയിട്ടുണ്ടാവും. ഈ ഇക്വേഷൻസ് മക്കളെ ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ വേണ്ട, പഠിക്കുന്നില്ല എന്നൊരു തീരുമാനം നിങ്ങൾ എടുക്കരുത്. കാരണം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കൊല്ലം മാത്രമല്ല വരുന്ന വർഷങ്ങളും നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. നോക്കിയാലോ, ഒന്നാമത് ഏരിയ ഓഫ് പ്ലെയിൻ ഫിഗേഴ്സ്. ഓക്കെ, പ്ലെയിൻ ഫിഗേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, പാരലോഗ്രാം, ട്രപ്പീസിയം, റോംബസ്. ഇത്രയും ആൾക്കാരുടെ ഏരിയ കാണണം. ഞാൻ മക്കളോട് പറയുവാണെങ്കിൽ നിങ്ങൾ ഒരൊറ്റ ഇക്വേഷൻ ആദ്യം പഠിക്കുക. ഏതാണെന്നറിയോ? ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷൻ പഠിക്കുക. ബേസ് ഇൻറ്റു ഹൈറ്റ്. ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷൻ. എച്ചിനെ കാണാനില്ല അല്ലേ, സോറി ഗൈസ്. ബി ഇൻറ്റു ഇവിടെ എൻ്റെ ബി കാണാനില്ല ഗൈസ്. ഓക്കെ, ഇവിടെ എഴുതാം. ബേസ് ഇൻറ്റു ഹൈറ്റ് ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ബേസ് ഇൻറ്റു ഹൈറ്റ്, ബി ഇൻറ്റു എച്ച് സ്മോൾ ലെറ്ററിൽ എഴുതാം. നോക്കിയേ, ബി ഇൻറ്റു എച്ച് എന്ന് പറയുന്ന ഒരൊറ്റ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. അതായത് ഒരു റെക്റ്റാങ്കിളിൻ്റെ കേസ് ആവുന്ന സമയത്ത് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ബേസ് ഇൻറ്റു ഹൈറ്റ്, അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നിങ്ങളായിരിക്കും മിസ് ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, സിമ്പിൾ, വിട്ടുകളാം. സ്ക്വയർ ആവുന്ന സമയത്ത് സെയിം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ എന്താണ്? ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം ആയതുകൊണ്ട് തന്നെ എ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. എ ഇൻറ്റു എ സ്ക്വയർ എന്ന് വരും. സിമ്പിൾ അല്ലേ? റെഡി. ഇനി ട്രയാങ്കിളിൻ്റെ കേസ് ആവുമ്പം ഞാൻ എന്താ പറഞ്ഞേ? ഒരൊറ്റ ഇക്വേഷൻ പഠിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞേ? ബി ഇൻറ്റു എച്ച്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ട്രയാങ്കിളിനും ബി ഇൻറ്റു എച്ച് ആണോ? അല്ലടാ, അല്ല. അതിന് മുമ്പിൽ ഒരു ഹാഫ് ഇട്ട് കൊടുക്കുക. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ പകുതിയല്ലേ? ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ റെക്റ്റാങ്കിളിൻ്റെ പകുതിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ബി ഇൻറ്റു എച്ച് അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി ആണ് റെക്റ്റാങ്കിൾ എങ്കിൽ ട്രയാങ്കിൾ എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു എൽ ഇൻറ്റു ബി അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഓക്കെ, ഹാഫ് ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ബേസ് ഇൻറ്റു അതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്. സിമ്പിൾ. റെഡി. ഇനി പാരലോഗ്രാം, സെയിം, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ശ്രദ്ധിക്കണം, ബേസ് ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് അതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആണ്. ബേസ് ഇൻറ്റു അതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആണ് ഈ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും ബേസ് ഇതും ഹൈറ്റ് ഇതും ആണെന്ന് എഴുതി വെക്കരുത്, തെറ്റാണത്. ബേസ് ഇൻറ്റു അതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആണ് പാരലോഗ്രാമിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ? ബി ഇൻറ്റു എച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും 4 ആൾക്കാരുടെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ സിമ്പിളാണ്. ബി ഇൻറ്റു എച്ച് പഠിച്ചാൽ. കാരണം റെക്റ്റാങ്കിളിൻ്റെ കേസിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സ്ക്വയറിൻ്റെ കേസിലും ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, പക്ഷെ എല്ലാ സൈഡും തുല്യമായതുകൊണ്ട് എ സ്ക്വയർ. ട്രയാങ്കിളിൻ്റെ കേസിലും എൽ ഇൻറ്റു ബി അല്ലെങ്കിൽ ബി ഇൻറ്റു എച്ച് തന്നെയാണ്, പക്ഷെ വ്യത്യാസം അതിന് മുമ്പിൽ ഒരു ഹാഫ് വരും. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ആ ബേസിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്. ഓക്കെ, പാരലോഗ്രാമിന് ബേസ് ഇൻറ്റു ആ ബേസിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്. സെറ്റ് അല്ലേ? ഇനി 2 ആൾക്കാരുള്ളത് ട്രപ്പീസിയവും റോംബസും ആണ്. ട്രപ്പീസിയത്തിന് നമുക്കറിയാം
ഓപ്പോസിറ്റ് സൈഡുകളുടെ നീളം വ്യത്യാസമാണ് അല്ലേ? ഒരാൾ എ ആണെങ്കിൽ ഒരാൾ ബി ആണ്, രണ്ടും വേറെ വേറെ നീളങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏരിയയ്ക്ക് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എച്ച്. ഒരേ നീളമല്ലാത്തതുകൊണ്ടാണ്. ട്രപ്പീസിയത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡുകളുടെ ലെങ്ത് വ്യത്യാസമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ലെങ്ത്തുകൾ തമ്മിൽ ആഡ് ചെയ്യും. ഹാഫ് ഇൻറ്റു എ പ്ലസ് ബി, പാരലൽ സൈഡ്സ് ആണ് എടുക്കേണ്ടത്. എ പ്ലസ് ബി ഇൻറ്റു എച്ച്. സെറ്റ് അല്ലേ? ഇനി റോംബസിൻ്റെ കേസിൽ റോംബസിന് 2 ഇക്വേഷൻ മക്കൾ പഠിക്കണം. ഒന്നാമത്തത് ഡയഗണൽസ് തന്നാലുള്ള ഇക്വേഷനും രണ്ടാമത്തത് ഡയഗണൽസ് ഇല്ലാതെയുള്ള ഇക്വേഷനും. ഡയഗണൽസ് ഉണ്ടെങ്കിൽ എന്താ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2, ഡയഗണൽ 1 ഇൻറ്റു ഡയഗണൽ 2, ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. ഇനി ഡയഗണൽ ഇല്ലെങ്കിലോ? ബേസ് ഇൻറ്റു ഹൈറ്റ്. ശ്രദ്ധിക്കണം, ബേസ് ഇൻറ്റു അതിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് ആയിരിക്കണം ആ എച്ച് എന്ന് പറയുന്നത്. തെറ്റിച്ച് വെക്കരുത്. ഇവിടേക്കാണ് നിങ്ങൾ മോസ്റ്റ് ഓഫ് ദ കേസ് നിങ്ങൾ തെറ്റുത്തരം വരുത്തുന്നത്. അതിനാണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഈ ഒരു ഫിഗർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ ഇതിൻ്റെ സൈഡിൽ പെരിമീറ്റർ മിസ് പറയുന്നുണ്ട്, അത് ഇക്വേഷനായിട്ട് പഠിക്കണ്ട, എല്ലാ സൈഡുകളും തമ്മിൽ ആഡ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഇക്വേഷൻ ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ സൂപ്പറാണ്, ഓർത്ത് വയ്ക്കുക. ഇനി ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക? എല്ലാ സൈഡുകളുടെയും സം എടുത്താൽ മതി എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, റെഡി. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ് LSA, എന്താണ് TSA. അപ്പോൾ ആദ്യം തന്നെ മിസ് എന്താണ് LSA TSA എന്ന് പറഞ്ഞു തരാം. TSA എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ ആണ്. LSA എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ ആണ്. ഇത് ഓർത്ത് വയ്ക്കാൻ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു റുബിക്സ് ക്യൂബ് എടുക്കാം. നമുക്കറിയാലേ, പല കളറിലുള്ള റുബിക്സ് ക്യൂബ് എടുക്കുക. ഇതിന് 6 ഫേസുകളുണ്ട്. റുബിക്സ് ക്യൂബിന് 6 ഫേസുകളുണ്ട്. ഈ 6 ഫേസും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? കളർ ചെയ്യാൻ പോവാണ്. മൊത്തം ഒരൊറ്റ സിംഗിൾ കളർ അടിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അങ്ങനെ ഞാൻ മൊത്തമായിട്ട് കളർ അടിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ടോട്ടൽ സർഫസ് ഏരിയ. എല്ലാ ഫേസും ഞാൻ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ടോട്ടൽ സർഫസ് ഏരിയ. അതിൻ്റെ മുകൾ ഭാഗവും താഴെ ഭാഗവും ഞാൻ എടുത്തൊഴിവാക്കുക. മുകൾ ഭാഗവും താഴെ ഭാഗത്തും ഞാൻ കളർ ചെയ്യുന്നില്ല. ബാക്കി എത്ര ഭാഗത്തേ ചെയ്യുന്നുള്ളൂ? 4 ഭാഗത്തേ ചെയ്യുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഇത് TSA ആണ്, സോറി ഇത് LSA ആണ്. ഇക്വേഷനിൽ ഇത് LSA, ഇത് TSA ആണേ. ഓക്കെ, റെഡി. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ പെട്ടെന്ന് അത് ഓർമ്മ വെച്ച് പറഞ്ഞതാണ്, പെട്ടെന്ന് എഴുതുമ്പോൾ ഒന്ന് തെറ്റിപ്പോകരുത്. ഓക്കെ, അപ്പോൾ TSA എന്ന് പറഞ്ഞാൽ ആ റുബിക്സ് ക്യൂബ് മൊത്തമായിട്ട് പെയിൻറ് ചെയ്യുന്ന ഏരിയ ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡുകൾ മാത്രം, മുകളിലും താഴത്തും പെയിൻറ് ചെയ്യത്തില്ല. റെഡി. ഇനി നോക്കിയേ, ഈ TSA കാണാനുള്ള ഇക്വേഷൻ 2 ഇൻറ്റു L ഇൻറ്റു B, B ഇൻറ്റു H, H ഇൻറ്റു L പഠിച്ചു വയ്ക്കുക. L ഇൻറ്റു B, B ഇൻറ്റു L, സോറി L ഇൻറ്റു B, B ഇൻറ്റു H, H ഇൻറ്റു L. അതിന് വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? നിങ്ങൾ LBH എന്ന് എഴുതിയാൽ മതി. L ഇൻറ്റു B, B ഇൻറ്റു H, H ഇൻറ്റു L. സിമ്പിൾ. ഇനി LSAയിലേക്ക് വരുമ്പോഴോ ഒരാളെ അങ്ങ് മറന്നു കളയാം. ഇതിന്ന് ഒരാളെ അങ്ങ് മറന്നു കളഞ്ഞാൽ LSA ആയി. അപ്പോൾ ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി. ഒരു ഇക്വേഷൻ പഠിച്ചാൽ LSAയുമായി TSAയുമായി. ഓക്കെ, TSA എന്ന് പറയുക ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു L ഇൻറ്റു B, B ഇൻറ്റു H, H ഇൻറ്റു L. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ LBH എന്ന് കാണണം. L ഇൻറ്റു B, B ഇൻറ്റു H, H ഇൻറ്റു L. ലാറ്ററൽ സർഫസ് ഏരിയ വരുമ്പം L ഇൻറ്റു B നൈസായിട്ട് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുക? പോക്കറ്റിൽ വെക്കുക ബാക്കിയുള്ളത്. ഇനി ക്യൂബിൻ്റെ കേസ് നമുക്കറിയാം, 6 ഫേസുകളാണ്. മൊത്തം കളർ ചെയ്യുന്നത് കൊണ്ട് 6L². 4 എണ്ണം മാത്രം മതി LSAക്ക്. അപ്പോൾ എന്ത് ചെയ്യും? 4L². ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ ഇത് പഠിച്ചു വെക്കണം. 2πr ഇൻറ്റു R പ്ലസ് H. എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്? 2πr ഇൻറ്റു R പ്ലസ് H. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? 2πrH. അത്രയേ ഉള്ളൂ, 2πrH. റെഡി? അപ്പോൾ ഇതാണ് ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. അടുത്തത് വോളിയം. വോളിയം സിമ്പിളാണ്. L ഇൻറ്റു B ഇൻറ്റു H. ക്യൂബോയിഡിൻ്റെ കേസിൽ L ഇൻറ്റു B ഇൻറ്റു H. ക്യൂബിൻ്റെ കേസിൽ എന്താണ്? L ക്യൂബ്. ക്യൂബിൻ്റെ കേസിൽ L ക്യൂബ്. സിലിണ്ടറിൻ്റെ കേസിൽ πr²H. ഇപ്പോൾ നിങ്ങൾ പറയും മിസ്സേ ബുദ്ധിമുട്ടാണ്, ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. വഴിയുണ്ട്.
ഇത്രയും ആലോചിച്ച് വെക്കാലോ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു ക്യൂബോയിഡിന്റെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. കാരണം ക്യൂബോയിഡിന്റെ ബേസ്, അതായത് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോണിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന പെട്ടി, നമ്മുടെ ഫോണിന്റെ പെട്ടി, ഓക്കെ, ക്യൂബോയിഡാണ്. അപ്പോൾ അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കിൾ ആണ്. അതിന്റെ ഏരിയ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ക്യൂബ് എടുക്കുക. ക്യൂബിന്റെ ബേസ് എന്താ? റുബിക്സ് ക്യൂബിന്റെ ബേസ് എന്താ? സ്ക്വയർ ആണ്. ഏരിയ എന്താ? ബേസ് ഏരിയ എൽ സ്ക്വയർ. ലെങ്ത് ഇൻറ്റു ലെങ്ത് എൽ സ്ക്വയർ. ഹൈറ്റും എന്താണ്? എൽ ആണ്. എൽ ക്യൂബ്. സിലിണ്ടർ, സിലിണ്ടർ നമ്മുടെ പ്രിങ്കിൾസിന്റെ കുറ്റി, അതിന്റെ ബേസ് എന്താണ്? സർക്കിൾ. ഏരിയ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. പൈ ആർ സ്ക്വയർ എച്ച്. റെഡി? സിമ്പിൾ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? ഇതേപോലെ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് പേജിലായിട്ട് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻസ് ഒരു നോട്ടിലേക്ക് വൃത്തിയാക്കി എഴുതുക. നിങ്ങൾ കാണുന്നിടത്ത് ഒട്ടിച്ച് വെക്കുക. ഡെയിലി അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിച്ചോളും. ഓക്കെ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേഷൻസ്, ഇതേപോലെ എന്തെങ്കിലും ഷോർട്ട് കട്ട് മെത്തേഡ്സുകളോ അല്ലെങ്കിൽ ഇക്വേഷൻസോ അത് എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമൻറ്റിലൂടെ നമ്മളെ അറിയിക്കുക. അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. സോ താങ്ക് യു ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.